അങ്ങനെ കലോത്സവ വേദിയിൽ കടലിരമ്പാൻ അധിക സമയമില്ല. ഇപ്പോൾ നടക്കുന്ന ഒരു ചടങ്ങിലേക്ക് നമ്മൾ തത്സമയം പോവുകയാണ്. പാലുകാച്ചൽ ചടങ്ങിലേക്ക് പോവുകയാണ്. മന്ത്രിമാരായ വി ശിവൻകുട്ടിയും കെ രാജനും ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ തൃശ്ശൂരിനെ സംബന്ധിച്ച് കലയുടെ സപര്യ വഴി തുറക്കുകയാണ്. അങ്ങനെ താള മേള വാദ്യ ഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെ കലാമാമാങ്കത്തിന് അങ്ങനെ കേളികൊട്ട് ഉണരുകയാണ്. ഇത്തവണത്തെ കലോത്സവത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്. പരിസ്ഥിതി സൗഹൃദ കലോത്സവം എന്നതിന് ഉപരി തന്നെ കലാകാരന്മാരെയും കലാകാരികളെയൊക്കെ കാത്തിരിക്കുന്നത് വിസ്മയ കാഴ്ചകളാണ്. പ്രത്യേകിച്ച് തൃശ്ശൂരിൻ്റെ മണ്ണ് എന്നത്, ശക്തൻ്റെ തട്ടകം എന്നത് എല്ലാ കലാരൂപങ്ങളെയും നെഞ്ചിലേറ്റുന്ന, അങ്ങനെ ശ്രേഷ്ഠമാക്കുന്ന ഒരു ജില്ലയാണ്, ഒരു നഗരിയാണ് തൃശ്ശൂർ. ആ തൃശ്ശൂരിൻ്റെ മണ്ണിലേക്കാണ്, ശക്തൻ്റെ തട്ടകത്തിലേക്കാണ് ഇത്തവണത്തെ കലോത്സവം എത്തുന്നത്. എങ്ങനെ നൂറുകണക്കിന് വരുന്ന കലാകാരന്മാരും കലാകാരികളും പ്രതിഭകളും ഒക്കെ തന്നെ മാറ്റുരയ്ക്കുന്ന ഒരു സംഗമ ഭൂമിയായി തൃശ്ശൂർ മാറാൻ ഇനി അധിക നിമിഷമില്ല. തത്സമയ കാഴ്ചകളും വിവരങ്ങളുമായി മാതൃഭൂമി ന്യൂസ് നേരത്തെ തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ രാജൻ മിനിസ്റ്റർ മന്ത്രി സംസാരിച്ചു. അങ്ങനെ ശ്രേഷ്ഠമായ ഒരു ചടങ്ങ് അതിന് പരിസമാപ്തി കുറിക്കുന്നു. അടുത്ത കലയ്ക്ക് തുടക്കമാകുന്നു, കലാപരിപാടിക്ക് തുടക്കമാകുന്നു. അങ്ങനെ പാലുകാച്ചൽ ചടങ്ങ് അത് പൂർത്തിയാക്കിയിരിക്കുന്നു. അങ്ങനെ വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു കലാവിരുന്നിലേക്ക് കൂടി പോകുമ്പോൾ നമുക്ക് തത്സമയ കാഴ്ചകളിലേക്കൊക്കെ പോകാം. നിതിൻ ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് തത്സമയം. നിതിൻ, അങ്ങനെ പാലുകാച്ചൽ ചടങ്ങ് എന്ന പഴയിടത്തിൻ്റെയൊക്കെ തന്നെ ഒരുപാട് രുചിക്കൂട്ടുകൾ, രുചി വിഭവങ്ങളൊക്കെ സസ്പെൻസായി കാത്തിരിക്കുകയാണ്. കലാപ്രതിഭകൾക്കും അവിടേക്ക് എത്തുന്ന കലാനഗരിയിലേക്ക് എത്തുന്ന നൂറുകണക്കിന് ആളുകളെയും വരവേൽക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ദൃശ്യങ്ങളും കാഴ്ചകളും അവിടെയുള്ള മറ്റ് ചടങ്ങുകൾ, ഇനി ആരംഭിക്കാൻ പോകുന്ന ചടങ്ങുകളൊക്കെ എന്താണ്? 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പാചകപ്പുരയ്ക്കാണ് ഇപ്പോൾ പാല് കാച്ചി ഇവിടെ ഒരു ആരംഭം കുറിച്ചിരിക്കുന്നത്. അതിനുശേഷം മന്ത്രിമാരായ വി ശിവൻകുട്ടി, അതേപോലെ തന്നെ കെ രാജൻ എന്നിവർ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു. പഴയിടത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് കലവറ ഒരുങ്ങിയത്. ഇപ്പോൾ ഇതിനുശേഷം അടുത്ത സ്വർണ്ണക്കപ്പ് വരവേൽക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിലേക്ക് മന്ത്രിമാർ ഇരുവരും കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതേപോലെ തന്നെ ഒട്ടനവധി ആളുകളാണ് ഈ പാചകപ്പുരയിലേക്ക് ഈ നിമിഷം ഇവിടെ എത്തിച്ചേർന്നത്. അതായത് എത്രത്തോളം നമുക്കറിയാം ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് എങ്ങനെയാണ് ഇവർ കാണുന്നതെന്ന്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കുട്ടികളുമായിട്ട് മന്ത്രി വി ശിവൻകുട്ടി സംസാരിക്കുന്ന രംഗങ്ങളാണ് നമുക്ക് കാണാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പാചക കലവറയിലേക്ക് ഒട്ടനവധി ആളുകളാണ് എത്തിച്ചേർന്നത്. ഇവിടെ ഐശ്വര്യമായിട്ട് പാല് കാച്ചി തുടങ്ങിയിരിക്കുകയാണ്. പുഷ്പോത്സവത്തിന്റെ 1 ലക്ഷം വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ പാസിന്റെ ഉദ്ഘാടനം, സൗജന്യ പാസ്സാണ് അത്, സൗജന്യമായിട്ട് കൊടുക്കുക 1 ലക്ഷം വിദ്യാർത്ഥികൾക്ക് മാത്രം. അതെ, അതിന്റെ ഉദ്ഘാടനമാണ് 2 നിമിഷമാറുകൊണ്ട്. കലോത്സവ നഗരിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ, കലവറയിലുള്ള വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. പാലുകാച്ചൽ ചടങ്ങ് പൂർത്തിയാക്കിയിരിക്കുന്നു. മന്ത്രി വി ശിവൻകുട്ടിയുടെയും മന്ത്രി കെ രാജൻ്റെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ പൂർത്തീകരിച്ചത്. ഇനിയുള്ള വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾക്കൊപ്പം തന്നെ ആവേശത്തോടു കൂടിയുള്ള കലാവിരുന്നും വിഭവങ്ങളും കാണാൻ പോവുകയാണ് തത്സമയം.